ബ്ലാസ്റ്റേഴ്സിൽ ഇതുവരെ വന്ന പരിശീലകരെ പോലെ വലിയ തള്ളിനൊന്നും ആഷ്ലി വിസ്വുഡ് നിൽക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. പുള്ളി പറയുന്നത് എനിക്ക് ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടാക്കിയെടുക്കുക, ആദ്യം ഇവിടെ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഫുട്ബോൾ എന്ന് പറയുന്ന അത്ര സിമ്പിളായിട്ടുള്ള ഒരു ഗെയിമാണ്, അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. താരങ്ങളിൽ നിന്ന് മാക്സിമം അവരുടെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ വേണ്ടത് എന്താണോ അത് ചെയ്യുക. ആരാധകരെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടാണ് കളി കാണാൻ വരുന്നത്. അവരുടെ പണത്തിന് അർഹമായിട്ടുള്ള വാല്യൂ നിങ്ങൾ കളിയിലൂടെ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള ബോധം താരങ്ങൾക്കുണ്ടാക്കിയെടുക്കുക. ബ്ലാസ്റ്റേഴ്സിൽ തനിക്ക് ആദ്യം വേണ്ടത് ഇവിടെ ഒരു ലക്ഷ്യം നേടിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് താരങ്ങൾക്കിടയിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞത്. അത് ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിലാവത്തഴിച്ചുവിട്ട കോഴികളെ പോലെ എന്ത് ചെയ്യണമെന്നറിയാതെ കളിക്കളത്തിൽ നടക്കുന്ന ആരാധകരോട് വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഈ ഒരു പാഷനോട് കാണിക്കാത്ത താരങ്ങൾക്കിടയിൽ ഒരു കമ്മിറ്റ്മെൻറ്റിന് ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളതും ഇവാന് ശേഷം നമുക്ക് കിട്ടാതിരുന്നതും അതാണ്. ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ കീഴിൽ താരങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ആ ലക്ഷ്യം തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആഷ്ലി വിസ്വുഡിൻ്റെ ആദ്യ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പം ഇങ്ങേരുടെ ആദ്യ പ്രതികരണത്തിൽ നിന്നും ഇങ്ങേര് തള്ളിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനാണ്. ആദ്യമായിട്ട് നമുക്കിവിടെ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുക, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് തൻ്റെ ഉദ്ദേശമെന്ന് പുള്ളി പറയുമ്പം പോസിറ്റീവായിട്ട് എന്തെങ്കിലും പ്രതികരിക്കാം. ആദ്യത്തെ പ്രതികരണം ഇങ്ങനെയാണ്, അവരുടെ പണത്തിന് വാല്യൂ ഫോർ മണി തിരികെ നൽകുക, എന്താണ് പറയുന്നത്, നിങ്ങളുടെ താരങ്ങളുടെ മാക്സിമം ഔട്ട്പുട്ട് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക, ഇവിടെ കൃത്യമായിട്ടൊരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് പുള്ളി പറയുന്നത്. സോ പോസിറ്റീവായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നു പറഞ്ഞേക്ക്.